എല്ലാവർക്കും നമസ്കാരം. ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വൻപയർ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ വൻപയർ ഉലർത്താണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ 1 കപ്പ് വൻപയർ കഴുകി നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് കുതിരാനൊന്നും വെച്ചിട്ടുള്ള വൻപയറല്ല, കഴുകി അന്നേരം തന്നെ കുക്കറിലേക്ക് ചേർത്താണ്. അത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ ഉപ്പുപൊടി, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പം വൻപയർ ഉലർത്തിന് നല്ലൊരു കളറ് കിട്ടും. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെയും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു ചെറിയ മസാല തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ബൗളിലേക്കൊരു 9-10 വറ്റൽമുളക്, 1.5 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 6-7 ചുവന്ന ചെറിയ അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 പിടി ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്തത്. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഗ്യാസൊക്കെ പോയിട്ട് തനിയെ പോയി കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളവും കൂടെ വറ്റാനുണ്ട്. വൻപയർ വെന്തിട്ടുണ്ട്. ഈ വെള്ളം തുറന്ന് വെച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം. അപ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് തുടരെ ഇളക്കി വഴറ്റിയെടുക്കണം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് അതുകൂടെ ഒന്ന് വഴന്ന് നല്ലൊരു മണം വരും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചോറും പൊതിക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥിരം കറിയായിരുന്നു ഈ വൻപയർ ഉലർത്ത്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂട്ടി ചേർത്ത് ഇങ്ങനെ ഉലർത്തിയെടുത്താൽ ഇത് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കും. ചിലയിടത്ത് പുട്ടിൻ്റെ കൂടെ ഇതും പപ്പടവും കൂടെ കൂട്ടി ചില സ്ഥലങ്ങളിലൊക്കെ കഴിക്കും. അപ്പം നമ്മുടെ മസാലയൊന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വറ്റിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം അല്പം വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ട് ഉലർന്ന് വേണമെന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടിത് ഡ്രൈ ആക്കി എടുക്കാം. അല്ല ഇങ്ങനെ തന്നെ മതിയെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പുട്ടിനൊക്കെ ആണെങ്കിൽ അല്പം നനവുള്ളതാണ് നല്ലത്. ചോറിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് ഉലർന്നതാണ് മിക്കവർക്കും തന്നെ ഇഷ്ടം. അപ്പം നമ്മുടെ സൂപ്പർ വൻപയർ ഉലർത്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വൻപയർ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. താങ്ക് യു.